ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അലക്സ് അക്കാഡമി. അപ്പോൾ ഈ ഒരു ലെക്ചർ വീഡിയോയിൽ CE 304 ഡിസൈൻ ഓഫ് കോൺക്രീറ്റ് സ്ട്രക്ചർ 2-ലെ മൊഡ്യൂൾ നമ്പർ 6 ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ സോഫാർ മൊഡ്യൂൾ നമ്പർ 1-ഉം മൊഡ്യൂൾ നമ്പർ 3-യും കംപ്ലീറ്റ് ചെയ്തു. ഇനിയിപ്പോൾ നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂ ക്വസ്റ്റ്യൻ പേപ്പറിൽ പാർട്ട് സിയിൽ വരുന്ന രണ്ട് മൊഡ്യൂള്, ഒന്ന് മൊഡ്യൂൾ നമ്പർ 5-ഉം പിന്നെ മൊഡ്യൂൾ നമ്പർ 6-ഉം ആണ്. അപ്പോൾ കമ്പാരിറ്റീവ്ലി നമുക്ക് ഏറ്റവും സ്കോർ ചെയ്യാൻ പറ്റിയതും എളുപ്പമായിട്ടുള്ള മൊഡ്യൂള് നമ്പർ 6 ആണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ മൊഡ്യൂൾ 6 സ്റ്റാർട്ട് ചെയ്യുന്നത്. മൊഡ്യൂൾ 6-ൽ നമുക്ക് പക്ക ഡിസൈനോ ഒന്നും പഠിക്കാനില്ല, കുറച്ച് തിയറി ഉണ്ട്, പിന്നെ അനാലിസിസ് പ്രോബ്ലമാണ്. അനാലിസിസ് പ്രോബ്ലം എന്ന് പറഞ്ഞാൽ നമ്മൾ മെക്കാനിക്സ് ഓഫ് സോളിഡ്സിലൊക്കെ ബെൻഡിങ് സ്ട്രെസ്, ഷിയർ സ്ട്രെസ് കണ്ടുപിടിച്ചിട്ട് അതിന്റെ ഡയഗ്രാംസ് ഒക്കെ വരക്കുന്നുണ്ട്. അപ്പൊ അതുപോലത്തെ കുറച്ച് അനാലിസിസ് പ്രോബ്ലമാണ് നമുക്ക് ഈ ഒരു മൊഡ്യൂളിൽ വരുന്നത്. അപ്പൊ മൊഡ്യൂൾ നമ്പർ 6-ല് പ്രീ സ്ട്രെസ്ഡ് കോൺക്രീറ്റ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. മൊഡ്യൂൾ നമ്പർ 6-ല് പ്രീ സ്ട്രെസ് കോൺക്രീറ്റ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ഓൾറെഡി പ്രീ സ്ട്രെസ് കോൺക്രീറ്റിനെ പറ്റി നമ്മൾ ബ്രീഫായിട്ട് ഫസ്റ്റ് ഇയറിൽ ഇൻട്രൊഡക്ഷൻ ടു സിവിൽ എഞ്ചിനീയറിംഗിലൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ അകത്ത് നമുക്ക് പ്രീ സ്ട്രെസ് കോൺക്രീറ്റിന്റെ കുറച്ച് തിയറി വരുന്നുണ്ട്, പിന്നെ അനാലിസിസ് പ്രോബ്ലം ആണ് വരുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഫസ്റ്റ് ടോപ്പിക്കിലേക്ക് കടക്കാം. ഓക്കെ, അപ്പോൾ മൊഡ്യൂൾ നമ്പർ 6 കൺസെപ്റ്റ് ഓഫ് പ്രീ സ്ട്രെസ്സിങ്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരിട്ട് ലെക്ചറിലേക്ക് കയറുന്നതിന് മുമ്പ് നമുക്ക് ഇതിൻ്റെ അകത്ത് വരുന്ന സിലബസ് ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കിയേക്കാം. അപ്പോൾ മൊഡ്യൂൾ നമ്പർ 6-ൽ നമുക്ക് വരുന്നത് ഇൻട്രൊഡക്ഷൻ ടു പ്രീ സ്ട്രെസ്ഡ് കോൺക്രീറ്റ് ആണ്. അപ്പോൾ അതിൻ്റെ അകത്ത് കൺസെപ്റ്റ് ഓഫ് പ്രീ സ്ട്രെസ്സിങ് പഠിക്കാനുണ്ട്. ഹൈ സ്ട്രെങ്ത് കോൺക്രീറ്റും ഹൈ സ്ട്രെങ്ത് സ്റ്റീലും എന്തിനാണ് പ്രൊവൈഡ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാനുണ്ട്. പിന്നെ അനാലിസിസ് ആണ്, അനാലിസിസ് ഓഫ് പ്രീ സ്ട്രെസ് ബീംസ് ആണ് പഠിക്കാനുള്ളത്. അതിൻ്റെ അകത്ത് റെക്ടാങ്കുലർ ഷേപ്പും ഐ സെക്ഷനുമാണ് നമുക്ക് വരുന്നത്. ഇനി അനാലിസിസ് 2 സ്റ്റേജിൽ പഠിക്കാനുണ്ട്, ട്രാൻസ്ഫർ സ്റ്റേജിലും സർവീസ് സ്റ്റേജിലും, പിന്നെ അതിൻ്റെ കൂടെ ലോസസ് ഓഫ് പ്രീ സ്ട്രെസ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് വരുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് ഇൻട്രൊഡക്ഷൻ ടു പ്രീ സ്ട്രെസ് കോൺക്രീറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് പഠിക്കാനുള്ളത് പ്രീ സ്ട്രെസ് കോൺക്രീറ്റ്, അതിൻ്റെ ഒരു ജനറൽ ഇൻട്രൊഡക്ഷൻ, പിന്നെ പ്രീ സ്ട്രെസ് കോൺക്രീറ്റിൻ്റെ അഡ്വാൻറ്റേജ് എന്താണ്, ഡിസഡ്വാൻറ്റേജ് എന്താണ്, ആ കാര്യങ്ങളാണ് നമുക്ക് ഇൻട്രൊഡക്ഷനിൽ പഠിക്കാനുള്ളത്. പിന്നെ അതിൻ്റെ കൺസെപ്റ്റ് ഓഫ് പ്രീ സ്ട്രെസ്സിങ്. കൺസെപ്റ്റ് ഓഫ് പ്രീ സ്ട്രെസ്സിങ് എന്ന് പറയുമ്പോൾ നമുക്ക് 2 ടൈപ്പ് പ്രീ സ്ട്രെസ്സിങ് പഠിക്കാനുണ്ട്. പ്രീ ടെൻഷനിങ് ഉണ്ട്, പോസ്റ്റ് ടെൻഷനിങ് ഉണ്ട്, അതിൻ്റെ ഒരു കമ്പാരിസൺ. അപ്പോൾ അതൊക്കെയാണ് നമുക്ക് കൺസെപ്റ്റ് ഓഫ് പ്രീ സ്ട്രെസ്സിങ്ങിൽ പഠിക്കാനുള്ളത്. അപ്പോൾ നമുക്ക് ഈ ഒരു ലെക്ചറിൽ പ്രീ സ്ട്രെസ്സിങ്ങിൻ്റെ ജനറൽ ഇൻട്രൊഡക്ഷൻ, അതും അതിൻ്റെ അഡ്വാൻറ്റേജ് ഡിസഡ്വാൻറ്റേജ് എന്തൊക്കെയാണെന്ന് നമുക്ക് ഈ ഒരു ലെക്ചറിൽ നോക്കാം. ഓക്കെ, ഇപ്പോൾ കോമൺലി നമുക്ക് കോൺക്രീറ്റ് 3 ടൈപ്പിലാണ് ഉള്ളത്. പ്ലെയിൻ സിമെൻറ്റ് കോൺക്രീറ്റ്, റീഇൻഫോഴ്സ്ഡ് സിമെൻറ്റ് കോൺക്രീറ്റ്, പ്രീ സ്ട്രെസ്ഡ് കോൺക്രീറ്റ്. ഓക്കെ, അപ്പോൾ ഈ ആദ്യം നമുക്ക് കോൺക്രീറ്റ് ഇൻവെൻറ്റ് ചെയ്തപ്പോൾ കണ്ടുപിടിച്ചപ്പോൾ നമ്മൾ പ്ലെയിൻ സിമെൻറ്റ് കോൺക്രീറ്റ് ആണ് യൂസ് ചെയ്തത്. അതിൻ്റെ ഡിസഡ്വാൻറ്റേജ് ആണ് നമ്മൾ RCCയുടെ ഒരു ഇൻട്രൊഡക്ഷനിലേക്ക് വന്നത്. വീണ്ടും നമ്മൾ RCCയുടെ ലിമിറ്റേഷൻസ് കൊണ്ടാണ് നമ്മൾ പ്രീ സ്ട്രെസ് കോൺക്രീറ്റ് PSCയിലേക്ക് നമ്മൾ വന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ബ്രീഫായിട്ട് ഇതൊക്കെ എന്താണ് എന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ഓൾറെഡി അറിയാം PCC, പ്ലെയിൻ സിമെൻറ്റ് കോൺക്രീറ്റ്. പ്ലെയിൻ സിമെൻറ്റ് കോൺക്രീറ്റ് എന്ന് പറയുമ്പോൾ കോൺക്രീറ്റ് മാത്രമാണ്. അപ്പോൾ അത് കംപ്രഷനിൽ ഭയങ്കര സ്ട്രോങ് ആണ്. പ്ലെയിൻ സിമെൻറ്റ് കോൺക്രീറ്റ് അല്ലെങ്കിൽ കോൺക്രീറ്റ് കംപ്രസീവ് ഫോഴ്സ് ഹോൾഡ് ചെയ്യാനായിട്ട് ഭയങ്കര സ്ട്രോങ്ങറാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ കംപ്രസീവ് മെമ്പർ കോളംസ് ഒക്കെ കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പ്ലെയിൻ സിമെൻറ്റ് കോൺക്രീറ്റ് ഒക്കെ കോമൺലി യൂസ് ചെയ്യുന്നത്. പക്ഷെ അതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് വരുന്നത് ഈ പ്ലെയിൻ സിമെൻറ്റ് കോൺക്രീറ്റിൽ ഒരു തരത്തിലും ടെൻഷൻ ഹോൾഡ് ചെയ്യില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഷോർട്ടർ ഡിസ്റ്റൻസ്, ഷോർട്ടർ സ്പാനിലാണ് നമ്മൾ ഈ ഒരു കംപ്രസീവ് മെമ്പർ PCCയിൽ നമ്മൾ കൺസ്ട്രക്ട് ചെയ്തുകൊണ്ടിരുന്നത് വെച്ചത്. പിന്നെ അതിൻ്റെ തിക്നെസ് നല്ല രീതിയിൽ നമ്മൾ ഇൻക്രീസ് ചെയ്യേണ്ടി വരും. അത് ഒരു എത്രത്തോളം കംപ്രസീവ് സ്ട്രെങ്ത്തിനെ ഹോൾഡ് ചെയ്യണോ അത് അതിൻ്റെ തിക്നെസ് അല്ലെങ്കിൽ സൈസിന് ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കും. സൈസ് കൂടുതൽ കൊടുക്കും തോറും അത് അത്രയും കംപ്രഷൻ ഹോൾഡിംഗ് കപ്പാസിറ്റി കൂടുതലാണ്. അപ്പോൾ മെയിനായിട്ട് അതിൻ്റെ പ്രശ്നം ഇതൊക്കെയായിരുന്നു. ഒന്ന്, ഷോർട്ടർ സ്പാനെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. 2, അതിൻ്റെ തിക്നെസ്, സൈസ് ഭയങ്കര കൂടുതൽ പ്രൊവൈഡ് ചെയ്യണം, അതിൻ്റെ എത്രത്തോളം സ്ട്രെങ്ത് ഹോൾഡ് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ ഇത് രണ്ടും നമുക്ക് അൺഎക്കണോമിക്കലുമാണ്, PCCയുടെ ലിമിറ്റേഷനുമാണ്. അപ്പോൾ അതിനെ ഓവർകം ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ RCC സ്ട്രക്ചേഴ്സ് ക്രിയേറ്റ് ചെയ്തത്. അപ്പോൾ RCCയുടെ അതെന്താണ്, റീഇൻഫോഴ്സ്ഡ് സിമെൻറ്റ് കോൺക്രീറ്റ് ആണ്. അപ്പോൾ കോൺക്രീറ്റിൻ്റെ അകത്ത് നമ്മൾ റീഇൻഫോഴ്സ്മെൻറ്റ് ബാർസ് പ്രൊവൈഡ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ കോൺക്രീറ്റ് കംപ്രസീവ് സ്ട്രെസ്സിനെ ഹോൾഡ് ചെയ്യും, റീഇൻഫോഴ്സിങ് ബാർസ് ആ ഒരു മെമ്പറിൽ വരുന്ന ടെൻസൈൽ ഫോഴ്സിനെയും ഹോൾഡ് ചെയ്യും. ഓക്കെ, പക്ഷേ അവിടെയും നമുക്ക്
അതിൻ്റെ കപ്പാസിറ്റി ലിമിറ്റഡ് ആണ്. കപ്പാസിറ്റി ലിമിറ്റഡ് ആണെന്ന് പറയാൻ കാരണം ഷോർട്ടർ സ്പാനിനെ നമുക്ക് ഈ RCC പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. കാരണം അതിനൊരു ലിമിറ്റേഷൻ ഉണ്ട്. ഇപ്പോൾ ഇതൊരു ബ്രിഡ്ജായിട്ടാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ, നമ്മളൊരു റെയിൻഫോഴ്സ്ഡ് സിമെൻറ്റ് കോൺക്രീറ്റ് ഒരു ബ്രിഡ്ജായിട്ടാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ, സ്പാൻ എന്ന് പറഞ്ഞാൽ ഈ രണ്ട് സപ്പോർട്ടിൻ്റെ ഇടയ്ക്കുള്ള ഇതിൻ്റെ ഈ ലെങ്ത്തിനെയാണ് നമ്മൾ സ്പാൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിന് RCC മെമ്പർ ആണെങ്കിൽ അതിൻ്റെ സ്പാനിന് ഒരു ലിമിറ്റേഷൻ ഉണ്ട്. 50 to 100 മീറ്റർ അതൊക്കെയാണ് അതിൻ്റെ റേഞ്ച് വരുന്നത്. അതിൽ കൂടുതൽ സ്പാൻ ലെങ്ത് നമുക്ക് ഒരു RCC സ്ട്രക്ചറിന് പ്രൊവൈഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതാണ് RCCയുടെ ലിമിറ്റേഷൻ. രണ്ടാമത്തത് നമ്മൾ ഈ നമ്പർ ഓഫ് സ്പാൻ കൂട്ടുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ കൺസ്ട്രക്ട് ചെയ്യുന്ന ഈ പിയറിൻ്റെ എണ്ണം കൂട്ടണം. അപ്പോൾ ഒരു ബ്രിഡ്ജ് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ ഒരുപാട് പില്ലേഴ്സ് അല്ലെങ്കിൽ പിയേഴ്സ് ഇതിൻ്റെ ഇൻ്റർമീഡിയറ്റ് ആയിട്ട് വരും. അപ്പോൾ അത് നമുക്ക് കോസ്റ്റ്ലിയാണ്. നേരെ മറിച്ച് ഒരു 2 പില്ലറിൻ്റെ ഇടയിൽ നമുക്ക് നല്ല വലിയ സ്പാനിൽ നമുക്കിത് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ അതൊരു അഡ്വാൻറ്റേജ് ആണ്. ഒന്നത്. രണ്ടാമത്തത് ഇതിൻ്റെ ഒരു ഡെപ്ത്ത്, നമ്മളിവിടെ കൊടുക്കുന്ന സ്ലാബിൻ്റെ ഡെപ്ത്ത്. അപ്പോൾ നമ്മൾ ഈ ഒരു ബ്രിഡ്ജസിന് കൊടുക്കുന്ന ഈ ഒരു സ്ലാബ് നമ്മൾ ബ്രിഡ്ജിൻ്റെ ഡെക്ക് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ സ്ലാബിൻ്റെ തിക്നെസ് അല്ലെങ്കിൽ സൈസ് ഭയങ്കര കൂടുതലായിരിക്കണം നമ്മൾ RCC ആണ് പ്രൊവൈഡ് ചെയ്യുന്നതെങ്കിൽ. അപ്പോൾ അത് രണ്ടുമാണ് ഈ RCC മെമ്പേഴ്സിൻ്റെ ഒരു ലിമിറ്റേഷനായിട്ട് വരുന്നത്. അതായത് സ്പാൻ ലെങ്ത്ത് കുറവാണ്, വെയിറ്റ് കൂടുതലാണ്. വെയിറ്റ് കൂടുതലെന്ന് പറഞ്ഞാൽ നമ്മൾ അതിൻ്റെ സൈസ് കൊടുക്കുന്നത് വളരെ കൂടുതലാണ്. അപ്പോൾ ഈ 2 ലിമിറ്റേഷൻസ് ഓവർകം ചെയ്യണം. അതായത് നമുക്ക് സ്പാൻ ലെങ്ത്ത് ഇൻക്രീസ് ചെയ്യാൻ വേണം. പിന്നെ ആ മെമ്പറിൻ്റെ സൈസ്, ഇപ്പോൾ കോളമാണോ ബീമാണോ സ്ലാബാണോ ഏത് മെമ്പറാണോ നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്നത് അതിൻ്റെ സൈസ് കുറക്കണം, അല്ലെങ്കിൽ വെയിറ്റ് കുറക്കണം. സൈസ് കുറഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി വെയിറ്റ് കുറയത്തുള്ളൂ. അപ്പോൾ അങ്ങനെ വന്നപ്പോഴാണ് നമ്മൾ പ്രീ സ്ട്രെസ്ഡ് കോൺക്രീറ്റ് എന്ന് പറയുന്നൊരു കോൺസെപ്റ്റിലേക്ക് വന്നത്. ഓക്കെ. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, ഇപ്പോൾ നമ്മളൊരു ബ്രിഡ്ജിൻ്റെ കൺസ്ട്രക്ഷനാണ്, RCC വെച്ചിട്ട് ബ്രിഡ്ജിൻ്റെ കൺസ്ട്രക്ഷൻ ആണെങ്കിൽ നമുക്ക് ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസ്, പിയേഴ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ് അല്ലെങ്കിൽ സ്പാൻ ലെങ്ത്ത് ലിമിറ്റേഷനാണ് RCCയുടെ കേസിൽ. അതേപോലെ ഈ ബ്രിഡ്ജിൻ്റെ ഡെക്കൊക്കെ നമ്മൾ നല്ല തിക്നെസ്സിൽ കൺസ്ട്രക്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ തിക്നെസ്സിൽ കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ എന്താണ്, ഇതിപ്പോൾ നമ്മുടെ വാട്ടർ ലെവലാണെങ്കിൽ ഇതിൻ്റെ അകത്തുകൂടി വരുന്ന ഷിപ്സൊക്കെ നമുക്ക് ഇതിൻ്റെ അകത്തുകൂടി ട്രാവൽ ചെയ്യാൻ പറ്റാത്ത ഒരു ലിമിറ്റേഷൻ വരും. അപ്പോൾ ഈ ഒരു ഫിഗർ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ട്രഡീഷണൽ റീൻഫോഴ്സ്ഡ് കോൺക്രീറ്റ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നമ്മളിതാ ഈ ഒരു തിക്നെസ്സിൽ നമ്മൾ അതിൻ്റെ സ്പാൻ ഡെപ്ത് കൊടുക്കേണ്ടി വരും. നോർമലി നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ കാണുന്ന ബ്രിഡ്ജിൻ്റെ ഒക്കെ താഴെ നോക്കിയാൽ മതി, അതിൻ്റെ കോൺക്രീറ്റ് സ്ട്രക്ചറിൻ്റെ തിക്നെസ് ഭയങ്കര കൂടുതലായിരിക്കും. അപ്പോൾ അതിൻ്റെ താഴെ കൂടി നമുക്ക് ഷിപ്സിനൊക്കെ ട്രസ്പാസ് ചെയ്ത് പോകുന്നതെന്നുണ്ടെങ്കിൽ ഭയങ്കര ഡിഫിക്കൽട്ടാണ്. ഒരു ചെറിയ ഷിപ്പുകളും ബോട്ടുകളും മാത്രമേ അതിൻ്റെ താഴെ കൂടി ഫ്ലോ ചെയ്യുള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു RCC വരുമ്പോൾ ഉള്ള ലിമിറ്റേഷൻസ്. അപ്പോൾ നമുക്ക് ഇതിനെ ഓവർകം ചെയ്യാണ്ട്, ഇപ്പോൾ ഒരു ബ്രിഡ്ജിൻ്റെ കേസിലാണെങ്കിൽ ലോവർ ഡെപ്ത് ആയിരിക്കണം. അതായത് ഈ തിക്നെസ് ചെറിയ തിക്നെസ്സിൽ നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റണം. 2 സ്പാൻ ലെങ്ത്ത് കൂടുതലായിരിക്കണം. അതായത് നമ്മുടെ ഓപ്പൺ സ്പേസ്, 2 പില്ലേഴ്സ് തമ്മിലുള്ള ഓപ്പൺ സ്പേസ് ആണ് സ്പാൻ ലെങ്ത്ത്. അത് നല്ല വലിയ ലെങ്ത്തിൽ നമുക്ക് ആ സ്ട്രക്ചർ പ്രൊവൈഡ് ചെയ്യാൻ പറ്റണം. ഓവറോൾ അതിൻ്റെ സ്ട്രെങ്ത്ത് കൂടുതലായിരിക്കണം. സൈസ് ചെറുതാണെങ്കിലും അതിൻ്റെ സ്ട്രെങ്ത്ത് വളരെ, ലോഡ് ക്യാരിയിങ് കപ്പാസിറ്റി വളരെ കൂടുതലായിരിക്കണം. അപ്പോൾ ഈ ഒരു കോൺസെപ്റ്റിലാണ് നമ്മൾ പ്രീ സ്ട്രെസ്ഡ് കോൺക്രീറ്റിലേക്ക് ചിന്തിക്കാൻ തുടങ്ങിയത്. ഇനി നമുക്ക് നോർമൽ ഒരു ബീം ബെൻഡ് ചെയ്യുമ്പോൾ വരുന്ന ക്രാക്സും ഒരു പ്രീ സ്ട്രെസ് ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ ഉള്ള വ്യത്യാസം സിമ്പിളായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു ഡയഗ്രാംസ് യൂസ് ചെയ്യാം. ഒന്നാമത്തെ ഡയഗ്രത്തിൽ അൺസ്ട്രെസ്ഡ് ബീംസ് ആണ്. അതായത് നോർമൽ കോൺക്രീറ്റ് ബീം, ഇതിനകത്ത് റീഇൻഫോഴ്സ്മെൻറ്റ് ഉണ്ടെന്ന് വിചാരിച്ചു. ഇതിനെ നമ്മൾ ലോഡ് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ ഇതെന്ത് ചെയ്യും, ഈ ഫിഗർ നമ്പർ 2 കാണുന്ന പോലെ ബെൻഡ് ചെയ്യും അല്ല. ലോഡ് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ ഇതിങ്ങനെ താഴത്തേക്ക് ബെൻഡ് ചെയ്യും. അപ്പോൾ ഇത് ബെൻഡ് ചെയ്യുമ്പോൾ നമുക്കറിയാം ഇതിൻ്റെ നടുക്ക് കൂടി ഒരു ന്യൂട്രൽ ആക്സിസ് പോകുന്നുണ്ട് അല്ലേ. ഈ ന്യൂട്രൽ ആക്സിസിൻ്റെ മുകളിലുള്ള പോർഷനിൽ കംപ്രസീവ് സ്ട്രെസ്സും താഴെയുള്ള പോർഷനിൽ ടെൻസൈൽ സ്ട്രെസ്സും ഫോം ചെയ്യും. ഓക്കെ. അപ്പോൾ ഇതിൻ്റെ മുകളിലുള്ള പോർഷൻ, ഈ ഒരു പോർഷനിൽ ന്യൂട്രൽ ആക്സിസ് മുകളിലുള്ള പോർഷനിൽ കംപ്രസീവ് ഫോഴ്സും ഇതിൻ്റെ താഴെയുള്ള പോർഷനിൽ ടെൻസൈൽ ഫോഴ്സും ആയിരിക്കും ഉണ്ടാകുന്നത്. അപ്പോൾ ഈ ടെൻസൈൽ ഫോഴ്സ് കൊണ്ട് എന്തായിരിക്കും, ഇതിൻ്റെ താഴെ നിന്ന് ക്രാക്സ് ജനറേറ്റ് ചെയ്യാൻ തുടങ്ങും. ഈ ഒരു ടെൻസൈൽ ഫോഴ്സ് എക്സീഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ താഴെ നിന്ന് ക്രാക്സ് ജനറേറ്റ് ചെയ്യും. അപ്പോൾ ക്രാക്സ് ജനറേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഈ ഒരു കോൺക്രീറ്റ് ബീം താഴെ നിന്ന് ക്രാക്ക് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ കംപ്രസീവ് സ്ട്രെങ്ത് ഹോൾഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി കുറയും, പെട്ടെന്ന് അത് ഫെയിലിയർ ആയി പോകും. അപ്പോൾ നമ്മൾ ഏതൊരു ബിൽഡിംഗ് എടുത്താലും ആ ബിൽഡിംഗ് ഫെയിലിയർ ആകുന്നതിന് മുമ്പ് നമുക്ക് ആ ബിൽഡിംഗ് കുറച്ച് സിഗ്നൽസ് തരും. അതായത് അതിൻ്റെ സർഫസിൽ ക്രാക്സ് കാണാൻ തുടങ്ങും. അപ്പോൾ
പതുക്കെ ആ ക്രാക്സിൻ്റെ സൈസ് ഇൻക്രീസ് ചെയ്യാൻ തുടങ്ങും. ക്രാക്സ് വലുതായി കഴിഞ്ഞിട്ട് ഏതെങ്കിലും ഒരു പോയിൻ്റ് എത്തിക്കഴിയുമ്പോൾ അത് സഡനായിട്ട് കൊളാപ്സ് ചെയ്യും. അപ്പോൾ അങ്ങനെ ഒരു കോൺക്രീറ്റ് മെമ്പറിൽ നമുക്ക് കുറച്ച് സിഗ്നൽസ് വരും അത് കൊളാപ്സ് ചെയ്യുന്നതിന് മുമ്പ്. അപ്പോൾ ഈ പറഞ്ഞ ഒരു രീതിയാണ് നോർമൽ കോൺക്രീറ്റിൽ ഉണ്ടാകുന്നത്. അതായത് നോർമൽ കോൺക്രീറ്റിൽ ലോഡ് ഉണ്ടായി കഴിഞ്ഞാൽ അത് ഈ രീതിയിൽ ബെൻഡ് ചെയ്യും, താഴത്തേക്ക് ബെൻഡ് ചെയ്യും. ഇനി ബെൻഡ് ചെയ്യുമ്പോൾ നമുക്കറിയാം അതിൻ്റെ നടുക്ക് എന്തായാലും ഒരു ന്യൂട്രൽ ആക്സിസ് പോകുന്നുണ്ടാവും. അപ്പോൾ നമ്മൾ മെക്കാനിക്സ് ഓഫ് സോളിഡ്സിലൊക്കെ പഠിച്ചിട്ടുണ്ട്. ആ ന്യൂട്രൽ ആക്സിസിൻ്റെ മുകളിലുള്ള ലെയറിൽ കംപ്രസീവ് സ്ട്രെസ് ആയിരിക്കും ആക്ട് ചെയ്യുന്നത്, അതിൻ്റെ താഴെയുള്ള ലെയറിൽ ടെൻസൈൽ ഫോഴ്സ് ആയിരിക്കും ആക്ട് ചെയ്യുന്നത്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് പ്രീ സ്ട്രെസ്സിൻ്റെ കേസിൽ നമ്മുടെ കോൺക്രീറ്റ് മെമ്പറാണ് ഈ കാണുന്നത്. ഈ കോൺക്രീറ്റ് മെമ്പറിലെ ടെൻഷൻ ഒക്കർ ചെയ്യുന്ന ലെയർ എവിടെയാണ്? ഈ ന്യൂട്രൽ ആക്സിസിൻ്റെ താഴെയുള്ള ഈ ലെയറിൽ നമ്മൾ ടെൻഡൻസ് സ്ട്രെസ് ചെയ്യും. ഇനി എന്താണ് ടെൻഡൻസ്? നമ്മൾ പ്രീ സ്ട്രെസ്സിന് സ്ട്രെസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന റീഇൻഫോഴ്സിങ് മെമ്പറിനെയാണ് നമ്മൾ ടെൻഡൻസ് എന്ന് പറയുന്നത്. അതായത് നോർമൽ നമ്മൾ RCCയിൽ റീഇൻഫോഴ്സ് സിമെൻറ്റ് കോൺക്രീറ്റിൽ നമ്മൾ എന്താണ് ബാർസാണ് യൂസ് ചെയ്യുന്നത് റീഇൻഫോഴ്സ്മെൻ്റ് ആയിട്ട്. അതായത് സാധാരണ കമ്പികൾ FE415, FE500, FE250 എന്ന് പറയുന്ന സ്റ്റീലുകളാണ് നമ്മൾ റീഇൻഫോഴ്സ്മെൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത് ടെൻഷൻ ഹോൾഡ് ചെയ്യാൻ വേണ്ടി. അതിന് പകരം നമ്മൾ പ്രീ സ്ട്രെസ് കോൺക്രീറ്റിൽ ഉപയോഗിക്കുന്ന ടെൻഷനിങ് അല്ലെങ്കിൽ സ്ട്രെസ് ചെയ്യുന്ന ആ ഒരു റീഇൻഫോഴ്സ്മെൻറ്റിനെയാണ് നമ്മൾ ടെൻഡൻസ് എന്ന് പറയുന്നത്. യൂഷ്വലി ഈ ടെൻഡൻസ് എന്ന് വെച്ചാൽ നമ്പർ ഓഫ് വയേഴ്സ് ആയിരിക്കും, ഇതിൻ്റെ ക്രോസ് സെക്ഷൻ ആയിരുന്നു. അതായത് നമ്മൾ സാധാരണ റീഇൻഫോഴ്സ്മെൻറ്റ് പോലെ കമ്പി പോലെ ഒരു വലിയൊരു മെമ്പറായിരിക്കും, ഒരു പൈപ്പ് പോലെയൊക്കെ ഇരിക്കും. ഇതിൻ്റെ അകത്ത് ഒരുപാട് വയേഴ്സ് ഉണ്ടാവും. ഈ വയേഴ്സിനെയാണ് നമ്മൾ സ്ട്രെസ് ചെയ്ത് വലിച്ചു വെക്കുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ ആ ഒരു ആ ഒരു ഗ്രൂപ്പ് ഓഫ് വയേഴ്സാണ് ഈ ഒരു റെഡ് ലൈനിൽ കാണിച്ചിരിക്കുന്നത്. അത് നമ്മൾ എന്ത് ചെയ്യും? ഈ റീഇൻഫോഴ്സ്മെൻറ്റ് ഇതിൻ്റെ അകത്തൊന്ന് ടെൻഷൻ ചെയ്ത് വെക്കും. അതായത് നമ്മൾ വലിച്ചു വെച്ചിട്ട് നമ്മൾ ഈ ഒരു കോൺക്രീറ്റ് കാസ്റ്റ് ചെയ്യും. ഈ ഒരു കോൺക്രീറ്റ് ബീം ഇതിൻ്റെ അകത്ത് വെച്ചിട്ട് കാസ്റ്റ് ചെയ്യും. അങ്ങനെ കാസ്റ്റ് ചെയ്ത് കോൺക്രീറ്റ് ഒരു 28 ഡേ കഴിഞ്ഞ് റിക്വയർഡ് സ്ട്രെങ്ത് കിട്ടിക്കഴിയുമ്പോൾ നമ്മൾ ഈ വലിച്ചു വെച്ചേക്കുന്ന ടെൻഡൻസ് രണ്ട് സൈഡിൽ നിന്ന് കട്ട് ചെയ്യുമ്പോൾ എന്തായിരിക്കും? ഈ കോൺക്രീറ്റിൻ്റെ അകത്ത് ഈ ടെൻഡൻസ് ഇങ്ങനെ സ്ട്രെസ് ചെയ്ത് നിൽപ്പുണ്ടാവും എന്ന് പറയുമ്പോൾ ആ കോൺക്രീറ്റിൻ്റെ അകത്തേക്ക് ഇതൊരു കംപ്രസീവ് സ്ട്രെസ് എക്സ്ട്രാ കൊടുക്കും. ഇത് മനസ്സിലാക്കാനായിട്ട് എളുപ്പത്തിൽ ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. നിങ്ങളുടെ കൈയിൻ്റെ കൈപ്പത്തി നമ്മൾ തുറന്നു വെക്കുക. എന്നിട്ട് വേറൊരു ആളോട് ഒരു റബ്ബർ ബാൻഡ് വലിച്ചിട്ട് നമ്മുടെ കൈപ്പത്തിയുടെ മുകളിലേക്ക് വെക്കാൻ പറയുക. വേറൊരാളോട് റബ്ബർ ബാൻഡ് സ്ട്രെച്ച് ചെയ്തിട്ട് നമ്മുടെ കൈപ്പത്തിയുടെ മുകളിലേക്ക് വെക്കാൻ പറയും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ആ കൈപ്പത്തി ആ റബ്ബർ ബാൻഡിൻ്റെ അകത്ത് നിന്ന് നമ്മൾ ചുരുട്ടിയെടുക്കുക. റബ്ബർ ബാൻഡ് കൈപ്പത്തിയുടെ അകത്ത് വരുന്ന രീതിയിൽ ചുരുട്ടിയെടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? അമർത്തി പിടിക്കുക. ഇനി ആ റബ്ബർ ബാൻഡ് സ്ട്രെച്ച് ചെയ്ത് വെച്ചേക്കുന്ന ആളോട് ആ റബ്ബർ ബാൻഡ് രണ്ടറ്റവും റിലീസ് ചെയ്യാൻ പറയുക. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ റബ്ബർ ബാൻഡ് നമ്മുടെ കൈപ്പത്തിയുടെ അകത്തേക്ക് ഒരു സ്ട്രെസ് കൊടുക്കും, അല്ലേ? ഒരു വലിയൽ ആ സ്ട്രെച്ച് നമ്മുടെ കയ്യിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. അപ്പോൾ നമ്മുടെ കയ്യിൻ്റെ അകത്തൊരു സ്ട്രെസ്സ് ഫീൽ ചെയ്യും. ഈ സെയിം കോൺസെപ്റ്റാണ് നമ്മളൊരു പ്രീ സ്ട്രെസ്സിങ് ഫോഴ്സ് ഒരു കോൺക്രീറ്റിലേക്ക് അപ്ലൈ ചെയ്യുന്ന രീതി. അതായത് നമ്മുടെ ഒരു കോൺക്രീറ്റ് മെമ്പർ കാസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യും? ഒരു ടെൻഡൻ അല്ലെങ്കിൽ ഒരു കമ്പി ഗ്രൂപ്പ് ഓഫ് കേബിൾസിനെ നമ്മൾ സ്ട്രെച്ച് ചെയ്ത് പിടിക്കും. ഈ സ്ട്രെച്ച് ചെയ്ത് പിടിച്ചേക്കുന്ന ടെൻഡൻ്റെ അകത്തുകൂടി നമ്മൾ കോൺക്രീറ്റ് കാസ്റ്റ് ചെയ്യും. കോൺക്രീറ്റ് 28 ഡേ സ്ട്രെങ്ത് അറ്റൈൻ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ഈ സ്ട്രെച്ച് ചെയ്ത് വെച്ചേക്കുന്ന ടെൻഡൻസിനെ കട്ട് ചെയ്യും. രണ്ടറ്റവും കട്ട് ചെയ്യുമ്പോൾ എന്തായിരിക്കും? ആ കോൺക്രീറ്റിൻ്റെ അകത്ത് ഈ ഒരു ടെൻഡൻ അകത്തേക്ക് ഒരു കംപ്രസീവ് ഫോഴ്സ് കൊടുക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ രീതിയിൽ അതിൻ്റെ അപ്വേർഡ് ബെൻഡിങ് ആണ് അത് കൊടുക്കുന്നത്. ഈ താഴത്ത് സ്ട്രെച്ച് ചെയ്ത് വെച്ചേക്കുന്ന ടെൻഡൻ അതിനെ ഈ ഒരു അപ്വേർഡ് ബെൻഡിങ് ടെൻഡൻസിയാണ് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു മെമ്പറിൽ എക്സ്റ്റേണൽ ഫോഴ്സ് കൂടി കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു മെമ്പറിൽ നമ്മൾ നോർമലായിട്ട് ആ ബിൽഡിങ്ങിലോ സ്ട്രക്ചറിലേക്കോ വരുന്ന ഒരു എക്സ്റ്റേണൽ ലോഡ് കൊടുത്തു കഴിഞ്ഞാൽ ഓൾറെഡി നമ്മൾ സ്ട്രെച്ച് ചെയ്ത് വെച്ചേക്കുന്ന ടെൻഡൻസും ഉണ്ട്, ഇതിനൊരു അപ്വേർഡ് സ്ട്രെസ്സും ഉണ്ട്. അതിൻ്റെ പുറത്തേക്ക് നമ്മളൊരു എക്സ്റ്റേണൽ ഫോഴ്സ് കൂടി കൊടുത്തു കഴിഞ്ഞാൽ ഇതെന്തായിരിക്കും? നോർമൽ കണ്ടീഷനിൽ ഇത് സ്ട്രെസ് ഫ്രീ ബീമായിട്ട് ആക്ട് ചെയ്യും. അതായത് ഈ എക്സ്റ്റേണൽ ഫോഴ്സും ഈ ടെൻഡൻസ് കൊണ്ടുള്ള പ്രീ സ്ട്രെസ്സിങ് ഫോഴ്സും തമ്മിൽ ക്യാൻസൽ ചെയ്ത് പോകും. അങ്ങനെ നമുക്ക് നമ്മുടെ ഒരു കോൺക്രീറ്റ് മെമ്പറിനെ സ്ട്രെസ് ഫ്രീ ആക്കി എടുക്കാൻ പറ്റും.
ഈ ഒരു കോൺസെപ്റ്റാണ് പ്രീ സ്ട്രെസ്സിങ്ങിൽ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് ഐഡിയ കിട്ടി കാണത്തുള്ളൂ. നമുക്കിത് ഡീറ്റെയിൽഡ് ആയിട്ട് വരുന്ന ലെക്ചേഴ്സിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ കുറച്ചുകൂടി ക്ലാരിറ്റി കിട്ടും. അപ്പോൾ ജസ്റ്റ് ഈ ഒരു ഐഡിയ എടുക്കുക. നോർമൽ കോൺക്രീറ്റ് ആണെങ്കിൽ നമ്മൾ ലോഡ് അപ്ലൈ ചെയ്യുമ്പോൾ താഴത്തേക്ക് ബെൻഡ് ചെയ്യും. ഇതേ സാഹചര്യത്തിൽ നമ്മളൊരു പ്രീ സ്ട്രെസ്സിങ് ആണ് കൊടുക്കുന്നതെങ്കിൽ, പ്രീ സ്ട്രെസ്സിങ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ന്യൂട്രൽ ആക്സിസിൻ്റെ താഴെയാണ് ടെൻസൈൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്. ആ പോർഷനിൽ നമ്മളൊരു ടെൻഡൻ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് കേബിൾസിനെ നമ്മൾ വലിച്ച് വെച്ചേക്കും. അതിൻ്റെ അകത്താണ് നമ്മൾ കോൺക്രീറ്റ് കാസ്റ്റ് ചെയ്യുന്നത്. കോൺക്രീറ്റ് സ്ട്രെങ്ത് അറ്റൈൻ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ആ ടെൻഡൻസിനെ റിലീസ് ചെയ്യും. അപ്പോൾ ആ ടെൻഡൻസ് സ്വാഭാവികമായിട്ടും ഈ ഒരു കോൺക്രീറ്റിലേക്ക് ഒരു സ്ട്രെസ്സ് കോൺസ്റ്റൻ്റ് ആയിട്ട് കൊടുത്തുകൊണ്ടിരിക്കും. അപ്പോൾ അതെന്തായിരിക്കും, നോർമലി അപ്വേർഡ് ബെൻഡിങ് ഉണ്ടാകാനുള്ള ടെൻഡൻസി ഉള്ള സ്ട്രെസ്സായിരിക്കും കൊടുക്കുന്നത്. അങ്ങനെയുള്ള ഒരു മെമ്പറിൽ എക്സ്റ്റേണലി ഒരു ഫോഴ്സും കൂടി കൊടുത്തു കഴിയുമ്പോൾ എന്തായിരിക്കും, ഈ എക്സ്റ്റേണൽ ഫോഴ്സും നമ്മൾ ഓൾറെഡി ഇതിനകത്ത് ടെൻഡൻസ് വെച്ച് അപ്ലൈ ചെയ്തേക്കുന്ന സ്ട്രെസ്സും തമ്മിൽ ക്യാൻസൽ ചെയ്ത് ഈ ഒരു കോൺക്രീറ്റ് മെമ്പർ സ്ട്രെസ് ഫ്രീ ആയിട്ട് കിട്ടും. ഒരു പർട്ടിക്കുലർ ലിമിറ്റ് വരെ. നമ്മൾ എക്സ്റ്റേണൽ ലോഡ് ഒരുപാട് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് വീണ്ടും ഇതിൻ്റെ അകത്തേക്ക് ചെറിയൊരു ബെൻഡിങ് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ രീതിയിൽ നമുക്ക് ഒരു സ്ട്രെസ് ഫ്രീ, ക്രാക്ക് ഫ്രീ മെമ്പർ നമുക്ക് പ്രീ സ്ട്രെസ് വെച്ചിട്ട് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ പ്രീ സ്ട്രെസ്സിങ് എന്ന് പറയുമ്പോൾ ഇതുപോലെയാണ്. ഇപ്പോൾ ഈ ഒരു ഫിഗറിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്, കോൺക്രീറ്റ് മെമ്പർ ഇതേപോലെ മോൾഡിൻ്റെ അകത്താണ് കാസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ കാസ്റ്റ് ചെയ്യുന്നതിന് മുമ്പേ നമ്മൾ ഇതിൻ്റെ അകത്തുള്ള ടെൻഡൻസ് അല്ലെങ്കിൽ വയേഴ്സ് ഇതുപോലെ പുറത്തേക്ക് സ്ട്രെച്ച് ചെയ്ത് ഒരറ്റത്ത് ഇത് ഫിക്സ് ചെയ്യും. മറ്റേ അറ്റത്ത് നമ്മളിതിനെ ഹൈഡ്രോ ജാക്കൊക്കെ വെച്ച് ഇതിനെ വലിച്ചു വെച്ചേക്കും. അപ്പോൾ ഒരറ്റത്ത് നമ്മളതിനെ ആങ്കർ ചെയ്ത് വെക്കും, ഫിക്സ് ചെയ്ത് വെക്കും ഈ കമ്പികൾ. അടുത്ത എൻഡിൽ നമ്മൾ എന്ത് ചെയ്യും, ഈ വരുന്ന കമ്പികളെ ഒരു ഹൈഡ്രോളിക് ജാക്കിൻ്റെ സെറ്റപ്പ് വെച്ചിട്ട് സ്ട്രെസ് ചെയ്യും അല്ലെങ്കിൽ ടെൻഷൻ ചെയ്യും. എന്നിട്ട് ഈ കോൺക്രീറ്റ് ഇതിനകത്ത് കാസ്റ്റ് ചെയ്ത് സ്ട്രെങ്ത് അറ്റൈൻ ചെയ്ത് കഴിയുമ്പോൾ ഈ കേബിൾസിനെ ഇതിൻ്റെ അറ്റത്ത് വെച്ച് നമ്മൾ ചെയ്ത് കൊടുക്കും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ പ്രീ സ്ട്രെസ്സിങ് മെമ്പേഴ്സ് ചെയ്യുന്ന വഴി നമുക്ക് ക്രാക്ക് ഫ്രീ ആയിട്ടുള്ള സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യാം. കൂടുതൽ സ്ട്രെങ്ത് ക്യാരി ചെയ്യുന്ന മെമ്പറിനെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതേപോലെ പ്രീ സ്ട്രെസ്സിങ് മെമ്പേഴ്സിൽ ഡിഫ്ലക്ഷൻ കുറവായിരിക്കും. അപ്പോൾ ഡിഫ്ലക്ഷൻ കുറവാകുമ്പോൾ സ്വാഭാവികമായിട്ടും ക്രാക്സ് നമുക്ക് എലിമിനേറ്റ് ചെയ്തെടുക്കാം.